മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ആരാധനയ്ക്കായി പ്രചോദനം നൽകുന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു നാം. കാരണം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ആ നിലയിൽ നമ്മുടെ ശിക്ഷ നിത്യമായ നരകമായിരുന്നു. നമ്മെ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് സമനായിരുന്ന പുത്രൻ ജഡശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. മാത്രമല്ല, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതെ, ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാനൊരു വസ്തുത പറയട്ടെ. ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചില്ലായിരുന്നു എങ്കിൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച പട്ടാളക്കാർക്കും സേവകർക്കും തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിനെ പിടിക്കുവാൻ വന്നവരോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു എന്ന്. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞു. അവർ പിൻവാങ്ങി നിലത്ത് വീണു എന്ന് 5-ാം വാക്യത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി നോക്കുക. ആ വാക്കിൽ കൊടുങ്കാറ്റിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു. നോക്കുക, ആ ശബ്ദത്തിങ്കൽ അവർ നിലത്ത് വീണു എങ്കിൽ കർത്താവ് സ്വയം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആ പടയാളികൾക്ക് കർത്താവിനെ പിടിക്കുവാനോ ഒന്നും ചെയ്യുവാനോ സാധ്യമല്ലായിരുന്നു. അവൻ വീണ്ടും അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ എന്നെയാകുന്നു എങ്കിൽ ഇവർ, അതായത് ശിഷ്യന്മാർ, പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവനെ കയ്യേറ്റു. അവർ അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, കോലുകൊണ്ട് അടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, താടിരോമം പിഴുതെടുത്തു, സ്വന്തം വസ്ത്രം നീക്കി രക്താംബരം ധരിപ്പിച്ചു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പീലാത്തോസിന്റെ മുമ്പാകെ കൊണ്ടുപോയി തൻ്റെ മുതുകെല്ലാം ചാട്ടവാറുകൊണ്ട് അടിച്ച് നീളത്തിൽ കീറി. പിന്നീട് താൻ തന്നെ കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോത്ത മലയുടെ മുകളിലേക്ക് പോയി. അവിടെ റോമൻ പടയാളികൾ നമ്മുടെ കർത്താവിൻ്റെ കൈകാലുകളിൽ കാര്യരുമ്പാണികൾ ചേർത്ത് ബന്ധിച്ചു. ആ കുരിശ് 2 കള്ളന്മാരുടെ നടുവിൽ നാട്ടി. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധാനം വിട്ട് നിത്യമായ നരകത്തിലേക്ക് പോകുമ്പോൾ കരയേണ്ട കരച്ചിൽ ആയിരുന്നു അത്. എന്നാൽ നമ്മെ സ്നേഹിച്ച്
നമുക്ക് വേണ്ടി ആ കരച്ചിൽ കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് ദൈവത്താൽ അല്പസമയത്തേക്ക് കൈവിടപ്പെട്ടു. അത് സ്വമേധയ മരണമായിരുന്നു. കർത്താവിൻ്റെ മരണം നമുക്ക് വേണ്ടിയുള്ള ഒരു യാഗമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി തന്നെത്താൻ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതെ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ യാഗമാക്കി സമർപ്പിക്കുവാനായിട്ട് കർത്താവിന് പ്രസാദമായി. ക്രിസ്തു തന്നെ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി സമർപ്പിച്ചു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനം യഹോവയ്ക്ക് വഴിപാട് ആയി കന്നുകാലികളെയോ ആടുകളെയോ അർപ്പിക്കണം. അതിനെ ദഹനയാഗമായി അർപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ദഹനയാഗമായി സമർപ്പിച്ചത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ആ കർത്താവ് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഈ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നമുക്ക് ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിഷ്കളങ്കനായ ദൈവപുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നമ്മുടെ ഹൃദയക്കണ്ണുകൾ ഉയർത്തി കാണാം. താൻ നമ്മെ ചേർക്കുവാൻ വേഗം വരും. അന്ന് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പ്രാണപ്രിയനെ നാം കൺകുളിർക്കെ കണ്ട് അവനെ ആരാധിക്കും. ആ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉണർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത ആ കർത്താവിന്റെ മുമ്പാകെ നമുക്ക് സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിക്കുകയും ആരാധിക്കുകയും കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുകയും ചെയ്യാം. അവിടുത്തെ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിനു മഹത്വം